പ്രാർത്ഥിക്കാം. പിതാവ് നന്ദിയോടെ സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ഇന്ന് എന്നെ നോക്കുന്ന ഓരോ വ്യക്തിയോട് കർത്താവ് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വചനം ഷെയർ ചെയ്യുമ്പോൾ കർത്താവ്, ഇന്നലെ ഓൾറെഡി പാർട്ട് 1 എടുത്തിരുന്നു. യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തി, ദ പവർ ഓഫ് ദ റിസറക്ഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. പിതാവെ, ഇത് രണ്ടാമത്തെ സെഷൻ എടുക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയിലേക്കും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ യേശുവിന്റെ ശക്തി കടന്നു ചെന്ന് കർത്താവെ, ഉയർപ്പിന്റെ ആ മീനിങ് എല്ലാവർക്കും, അർത്ഥം എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കുന്നതിനോട് നന്ദി പറയുന്നു. അതുവഴിയായിട്ട് അനേകം ആൾക്കാർ കർത്താവിന്റെ വചനം പ്രസംഗിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവ് അങ്ങ് ഒരുക്കുന്നതിനെ അവർ നന്ദി പറയുന്നു. ഇന്ന് ഈ വചനം പറയുമ്പോൾ തന്നെ അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും യേശുവിന്റെ തിരത്തൊഴുക്കി ഞാൻ റെബ്യൂക്ക് ചെയ്യുന്നു, ബൈൻഡ് ചെയ്ത് കേട്ടിയം പുറത്താക്കുന്ന നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഈ വചനം യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ ശക്തിയോടും ബലത്തോടും കൂടെ എല്ലാവരിലേക്കും ചിലവാനുള്ള കുറവ് കൊടുക്കുന്നതിനെ ഓർത്ത് കർത്താവെ നന്ദി പറയുന്നു. ഇൻ ജീസസ് നെയിം ഐ പ്രേ. ആമേൻ. ഒരു ദിവസം കൂടെ കർത്താവ് തന്നതിനോർ നന്ദി പറയാം. നമുക്ക് എല്ലാ ദിവസവും കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട ദിവസം തരുന്നു. അപ്പോൾ ഈ വായിച്ചു ചെയ്യുന്ന എല്ലാവരും ഒരു മിനിറ്റ് ഷെയർ ചെയ്യാനായിട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഉത്സാഹിപ്പിക്കുന്നു. നമ്മൾ ഷെയർ ചെയ്യുമ്പോഴാണ് അനേകം ആൾക്കാർ കർത്താവിനെ അറിയുന്നു. ഈ ദൈവനാമം മറ്റുള്ളവർ മുമ്പിൽ മറ്റൊരു പ്രഘോഷിക്കാനായിട്ട് ഇടവരുന്നത്. എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നു ദ പവർ ഓഫ് ദ റിസറക്ഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇതിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനം പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു മിനിറ്റ് ടച്ച് ചെയ്യാനായിരിക്കുന്നു. എന്നാൽ പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന്റെ പുനരുദ്ധാനം എന്ന് പറയുന്നത് യേശുക്രിസ്തു ലോകത്തിലേക്ക് ഞാൻ മനുഷ്യപുത്രനാണെന്ന് പറഞ്ഞതും ഞാൻ തന്നെ ദൈവമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിതാവ് എന്നിൽ വസിക്കുന്നു, ഐ എം ഇൻ ദ ഫാദർ. ഓക്കെ, എന്നിൽ വസിച്ചുകൊണ്ട് പിതാവിന്റെ പ്രവൃത്തി ചെയ്യുന്നു. ഓക്കെ, അപ്പൊ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നാണെന്നുള്ള ആ വലിയ ബോധ്യം കർത്താവ് തരികയുണ്ടായി. അപ്പം തുടർമാനമായിട്ട് നമുക്ക് അപ്പോസ്തലനായ പത്രോ യോഹന്നാൻ യേശു ക്രിസ്തുവിനോട് പറയുമ്പോൾ യേശു ക്രിസ്തു തന്നെ സത്യദൈവവും നിത്യജീവനും എന്ന് പറയുന്നു. ഈസ് എ സൺ ഓഫ് ഗോഡ് ആൻഡ് ദിസ് ഈസ് എ ട്രൂ ഗോഡ് ആൻഡ് ഇറ്റേണൽ ലൈഫ് അങ്ങനെ പറയുന്നു. അപ്പൊ ഞാൻ പറയട്ടെ, ഈ സത്യദൈവത്തെയാണ്, സത്യദൈവം ഈ ലോകത്തിൽ വന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ് എന്ന് കുരിശു മരണത്തിലൂടെ അത് തെളിയിക്കുകയുണ്ടായി. ഇത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാലും നിങ്ങൾ നമ്മൾ വായിച്ചെന്ന് വെച്ചാൽ യേശുവിനെ മരിച്ചവനെ ഉയർപ്പിച്ചവന്റെ ആത്മാവ്, റോമക്കാരിൽ 8:11 പറയുന്നത്, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവ് കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കുന്നു. ആത്മാവിനെ നമുക്ക് തരികയുണ്ടായി. യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ നമുക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് തരികയുണ്ടായി. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു യേശുവിന്റെ ഉയർപ്പിലൂടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഡിവൈൻ കൺഫർമേഷൻ ആണ്, അപ്രൂവലാണ്. The resurrection demonstrates God's approval of Jesus Christ's identity and his teachings. Praise the Lord. And everything that is correct teaching he is a Christ. Praise the Lord. അതാണ് യേശു ക്രിസ്തു ഒരു മിശിഹായാണെന്നുള്ളത്, രക്ഷകനാണെന്നുള്ള പഠനം യേശു ക്രിസ്തു ഉയർപ്പിലൂടെ അത് 100% പ്രൂഫായി തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പം ഇന്നലെ നമ്മൾ രണ്ടാമത്തെ സെഷൻ നമ്മൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, പ്രൈസ് ദി ലോർഡ്, ഇന്ന് രണ്ടാമത്തെ സെഷൻ നമ്മൾ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് യേശുക്രിസ്തു ഉയർപ്പിലൂടെ നമുക്ക് കിട്ടിയിരിക്കുന്നത്, പ്രൈസ് ദി ലോർഡ്, രണ്ടാമത്തെ കാര്യം ഫോർഗീവ്നെസ് ആൻഡ് സാൽവേഷൻ. അതാണ് രണ്ടാമത്തെ കാര്യം നമുക്ക് കിട്ടിയിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ഉയർപ്പിലൂടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് വെച്ചാൽ ഫോർഗീവ്നെസ് ആൻഡ് സാൽവേഷൻ. അതാണ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ റിസറക്ഷൻ ഈസ് അൾട്ടിമേറ്റ് പ്രൂഫ് ദാറ്റ് ജീസസ് സാക്രിഫൈസ് ഓൺ ദ ക്രോസ് fully atoned for the sins of humanity. അപ്പം അതാണ് ഫോർഗീവ്നെസ് ആൻഡ് സാൽവേഷൻ. അതാണ് യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് നമുക്ക് നിത്യവും തരുവാനായിട്ടാണ്, നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച്. യേശുക്രിസ്തുവിനെ ആണിപ്പെടാല് നമ്മൾ സൗഖ്യപ്പെട്ടു വന്നു കഴിഞ്ഞിരിക്കുന്നു. യേശുക്രിസ്തുവിലൂടെ നമുക്ക് നിത്യവും തരുന്നുവെന്ന്, അവൻ തന്നെ സത്യദൈവവും നിത്യവുമാണെന്ന് ബൈബിളിൽ പറയുന്നു. പ്രൈസിലോ, രക്ഷ യേശുക്രിസ്തുവിലൂടെ മാത്രമേ ഉള്ളൂ എന്ന് അപ്പോസ്തല പ്രവൃത്തിയിൽ നമുക്കറിയാം പത്രോസ് പറയുന്നു. പ്രൈസിലോ, ഹല്ലേലൂയ. അപ്പം ബൈബിളിൻ്റെ അകത്ത് അത് യേശുക്രിസ്തുവിന്റെ ഉയർപ്പിലൂടെ യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചു എന്ന്, പ്രൈസിലോ, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മുടെ പാപങ്ങളെല്ലാം കഴുകി ശുദ്ധീകരിക്കപ്പെടും എന്ന് പൂർണ്ണ ഉറപ്പ് കർത്താവ് തന്നിരിക്കുന്നു. ഉയർത്തെഴുന്നേൽപ്പിലൂടെ അത് കൺഫർമേഷൻ ആയിരിക്കുന്നു. പ്രൈസിലോ, റോമക്കലയുടെ 10-9
പറയുന്ന ബുക്ക് റോമൻ ചാപ്റ്റർ 10 വേഴ്സസ് 9. ഇതിൽ പറഞ്ഞു വെച്ചാൽ യേശുവിനെ കർത്താവ് എന്ന് വായ കൊണ്ട് ഏറ്റു പറയും, ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. വാ കൊണ്ട് ഏറ്റു പറയണം, ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, സ്നാനം എടുക്കണം. അതാണ് മർക്കോസ് സുവിശേഷത്തിൽ പറയുന്നത്. ഈ യേശുക്രിസ്തുവിനെ മരിച്ചു മരണത്തെ നമ്മൾ യേശുക്രിസ്തുവിന്റെ മരണത്തെ നമ്മൾ വിശ്വസിച്ചാൽ ആ കുരിശ് മരണം സ്നാനം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ കുഴിച്ചിട്ട് ബോഡി കല്ലറയിൽ അടക്കം ചെയ്തതിനെ സൂചിപ്പിക്കുന്നു. അതിന്റെ വെള്ളത്തിന് ഉള്ളിലേക്ക് പോകുമ്പോൾ പ്രൈസ് നമ്മളും അതേപോലെ ഒരു മരിച്ചൊരു അടക്കം വന്നിരിക്കുകയാണ് നമ്മുടെ ശരീരത്തിലും അത് ആത്മമനുഷ്യരിലും. പ്രൈസല്ലോ തുടർമാനമായിട്ട് നമ്മൾ വെള്ളത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ ഒരു ഉയർപ്പ് സംഭവിക്കുകയാണ്. പുതിയൊരു മനുഷ്യനായിട്ട് നമ്മൾ പുതിയ സൃഷ്ടിയായിട്ട് വരുവാണ്. അപ്പൊ സ്നാനം വെരി ഇമ്പോർട്ടൻ്റ് ആണ് സാൽവേഷന് വേണ്ടി. അല്ലെങ്കിൽ പറഞ്ഞ യേശുവിനെ കർത്താവ് എന്ന് വായ കൊണ്ട് ഏറ്റു പറയും, ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. പ്രൈസ് ലോർഡ്. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്ന റോമക്കാർ ലേഖനം 10 വാക്യം പറയുന്ന ബുക്ക് റോമൻസ് 10:10. ഇത് ഓൺലൈൻ വാച്ച് ചെയ്യുന്ന എല്ലാവരും ഇത് സെയിം മെസ്സേജ് വിൽ ബി പ്രീച്ചിങ് ഇൻ ഇംഗ്ലീഷ്. പ്രൈസ് ലോർഡ്. ദിസ് ആഫ്റ്റർനൂൺ at 4 p.m. UK time. Praise the Lord. At 9:30 p.m. IST and 6 p.m. South African time. Praise the Lord. 11 a.m. US time, New York time. Praise the Lord. The people, those who like to join, you can also join. Praise the Lord. And we have already started Bible study. So the people, those who are happy to join the Bible study, you are most welcome. You can come in the Zoom. Okay. ബൈബിൾ സ്റ്റഡി ഞങ്ങൾ ഓൾറെഡി തുടങ്ങി കഴിഞ്ഞു, മലയാളത്തിലും ഇംഗ്ലീഷിലും. അത് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഇത് ബൈബിൾ കോളേജാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എല്ലാവർക്കും സർട്ടിഫിക്കറ്റും തരുന്നതായിരിക്കും പഠിച്ചു കഴിയുമ്പോൾ, കോഴ്സ് കഴിയുമ്പോൾ. അപ്പം ഇവാഞ്ചലിസത്തിന് ട്രെയിനിങ് തരുന്നതായിരിക്കും പ്രത്യേകമായിട്ട്. അപ്പോൾ ആഗ്രഹിക്കുന്ന ആൾക്കാരെല്ലാം ജോയിൻ ചെയ്യുവാനായിട്ട് നിങ്ങൾ മെസ്സഞ്ചറിൽ അല്ലെങ്കിൽ വാട്സാപ്പിൽ ഒരു ഐ വാണ്ട് ടു ജോയിൻ ബൈബിൾ കോളേജ് മറ്റൊരു ടെക്സ്റ്റ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള ലിങ്കും കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഹൃദയം കൊണ്ട് റോമക്കാർ ലേഖനം 10:10 വാക്യം പറയുന്നത് ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. അതാണ് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാ കൊണ്ട് നമ്മൾ ഏറ്റുപറയുകയും ചെയ്യണം. അതാണ്. അപ്പം യേശുക്രിസ്തുവിന്റെ കുരിശു മരണത്തിലൂടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഫോർഗിവ്നെസ് ആൻഡ് സാൽവേഷൻ. നമ്മുടെ പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെടും. നമ്മൾ എത്ര ജാതികളാണെങ്കിലും, പ്രൈസ് എത്ര കർത്താവിൽ അങ്ങുന്ന വ്യക്തികളാണെങ്കിലും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിയുമ്പോൾ കർത്താവിന്റെ തിരക്തത്താൽ നമുക്കൊരു വീണ്ടെടുപ്പ് തന്നിരിക്കുകയാണ്. കർത്താവിന്റെ തിരക്തത്താൽ നമുക്ക് വിശദീകരണം തന്നിരിക്കുകയാണ്. പ്രൈസ് അതുകൊണ്ട് നമ്മൾ നീതീകരിക്കപ്പെട്ട വ്യക്തി, ദൈവം നീതീകരിച്ചവനെ ആര് കുറ്റം വിധിക്കുമെന്ന് കർത്താവിന്റെ വചനം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രക്ഷ വേണോ? യേശുക്രിസ്തുവിന്റെ രക്ഷകനായിട്ട് സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട് മുഴു സ്നാനം എടുത്ത് ആത്മാവിൻ സത്യത്തിലും കർത്താവിനെ ആരാധിക്കണം. എങ്കിൽ പൂർണ്ണ രക്ഷയും കർത്താവിന്റെ പൂർണ്ണ പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം രക്ഷയോട് സ്നാനപ്പെട്ട് കഴിഞ്ഞ ആൾക്കാർ ബിംബാരാധന പിന്നെ അങ്ങോട്ട് തിരിച്ചു പോകരുത്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് പേര് നിങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല. പിന്നെ ആ ബിംബാര പിശാചിനെ ആരാധിക്കാൻ പോകരുത്. അപ്പൊ അതിൽ നിന്നെല്ലാം നമ്മൾ വിട്ട് ഒരു വേറിട്ടുള്ള ആരാധനയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇത് പറയുന്നത് അതാണ് സമരയ സ്ത്രീയോട് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവ ആത്മാവാകുന്നു, ദൈവത്തെ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. കർത്താവ് ഒരു പ്രതിമ ഉണ്ടാക്കിയിട്ട് ആരാധിക്കാനായിട്ട് ബൈബിൾ പറയുന്നില്ല. അങ്ങനെ പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ചെയ്യുന്നുണ്ട്. ഞാൻ കത്തോലിക്ക സഭയിലാണ്, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് തെറ്റാണ്. അത് പിശാചിന്റെ ആരാധനയാണ്. നമ്മൾ ദൈവമാണെന്ന് ചിന്തിക്കും, പക്ഷെ ദൈവമല്ല, അതിൻ്റെ അകത്ത് കൂടിയിരിക്കുന്ന പിശാചാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് മാതാവിൻ്റെ ഒക്കെ രൂപത്തിലൊക്കെ എണ്ണയൊക്കെ ഒഴുകുന്നു. നമ്മൾ എൻ്റെ ചെറുപ്പത്തിൽ കാണുന്നുണ്ട്. ആൾക്കാർ വിശ്വസിച്ചോളന്നിരിക്കും. അത് അതിൻ്റെ അകത്ത് ആരെങ്കിലും ഒഴിച്ചു വെക്കുന്നതായിരിക്കും. ഈ പൈസ കിട്ടാനായിട്ട് ഇങ്ങനത്തെ പിശാചുകൾ ഒത്തിരി പരിപാടികൾ കാണിക്കും. പ്രൈസ് ദി ലോർഡ്. മാതാവിനും അങ്ങനെ എണ്ണ ഒഴുക്കുന്ന പരിപാടി. അങ്ങനെയാണെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി 120 ശിഷ്യന്മാരോട് കൊടുത്ത് ഒരുമിച്ചിരുന്നപ്പോൾ എണ്ണ ഒഴുകണ്ടല്ലോ. എന്തുകൊണ്ട് ഒഴുകിയില്ല? ഇപ്പം മാത്രം ഒഴുകുന്നു. അത് തട്ടിപ്പാണ് പ്രിയമുള്ളവർ. അങ്ങനെയൊന്നും നമ്മൾ പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഒരു ബിംബത്തിനെ ആരാധിക്കാനുള്ള കർത്താവ് പെർമിഷൻ തരുന്നില്ല നമുക്ക്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മാതാവിന്റെ കയ്യിൽ നിന്ന് ചോര വരുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി മാതാവ് ഒരുമിച്ചിരുന്നപ്പം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ചോര വന്നിരുന്നു. അങ്ങനെയൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണെങ്കിൽ ഒന്ന് കളറൊന്നും തേച്ച് ഒഴിച്ചതായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ അവിടെ പൈസ കിട്ടാനായിട്ട് ആ പള്ളിയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ എണ്ണ ഒഴിച്ച് ഒഴിക്കുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ മാതാവിന് അത്ര ദാരിദ്ര്യം. മാതാവിനെ നമ്മൾ ബഹുമാനിക്കണം, റെസ്പെക്ട് ചെയ്യണം. ദൈവത്തിന്റെ അമ്മയാണ്, നമ്മൾ റെസ്പെക്ട് ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ മാതാവാന്നും പറഞ്ഞിട്ട് ജനത്തെ വഴിതെറ്റിക്കുന്നത് പിശാചാണ്. അപ്പൊ ദൈവം നിങ്ങൾ ഇതിൽ നിന്നെല്ലാം പിന്മാറണം. കത്തോലിക്ക സഭയുള്ള ഞാൻ വിശ്വസിക്കുന്ന ആൾക്കാർ, അറിയാവുന്ന ആൾക്കാരും ഈ വചനം കേൾക്കുന്ന ആൾക്കാരെല്ലാം നിങ്ങളതിൽ നിന്ന്
പിന്മാറാനായിട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തെ ഞാൻ ഉത്സാഹിപ്പിക്കുന്നു. പ്രൈസല്ലോ ഹല്ലേലൂയ. അപ്പൊ രണ്ടാമത്തെ കാര്യം, യേശുക്രിസ്തു ഉയർപ്പിലൂടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫോർഗിവ്നെസ് ആൻഡ് സാൽവേഷൻ. ഓൺലൈൻ വാച്ച് ചെയ്യുന്ന എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് ഉത്സാഹിപ്പിക്കുന്നു. നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ നമ്മളും കർത്താവിന്റെ വചനം മറ്റുള്ളവർ ഷെയർ ചെയ്യുക ചെയ്യുന്നത്. അനേകം ആൾക്കാർ കർത്താവിനെ അറിയാൻ ഇടവരും. മൂന്നാമത്തെ കാര്യം, നമ്മൾ കർത്താവിനെ, യേശുക്രിസ്തുവിന്റെ ആ രക്ഷ ഉയർപ്പിലൂടെ നമുക്ക് കിട്ടുന്നത് അമർത്യതയുടെ പ്രത്യാശ, ഹോപ്പ് ഓഫ് ഇമോർട്ടാലിറ്റി. അമർത്യതയുടെ പ്രത്യാശ. Praise the Lord. The resurrection guarantees that believers who trust in Jesus will also experience resurrection to eternal life. Praise the Lord. Hallelujah. നമുക്കൊരു റിസറക്ഷൻ ഉണ്ട്. നമ്മുടെ ഈ ബോഡിയിൽ നിന്ന് നമുക്കൊരു ഉയർപ്പുണ്ട്. യേശുക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റ പോലെ തന്നെ നമുക്കൊരു ഉയർപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിലൂടെ നമ്മൾ ഇറ്റേണൽ ലൈഫ്, നിത്യത്തിലേക്ക് പ്രവേശിക്കും. ഈ കാണുന്ന ജീവിതമൊക്കെ ഇതൊക്കെ ക്ഷണികമാണ്. 70 വയസ്സ് അല്ലെങ്കിൽ 80 വയസ്സ് തമ്മിലടിച്ച്, സ്ഥലത്തിൽ പേരും തമ്മിലടിച്ച്, കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്നവരെ തെറി വിളിച്ച്, അവര് തന്നെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്ന നിത്യ നരകത്തിലേക്ക് പോകും. പ്രൈസലോ. നമുക്ക് കർത്താവിൽ വിശ്വസിക്കുന്ന ആൾക്കാരുടെ ഹോപ്പ് എന്നാണ്? പ്രൈസലോ. നമ്മുടെ പ്രതീക്ഷ എന്നാണ്? നമുക്ക് അമർത്യതയുടെ പ്രതീക്ഷ, നമുക്ക് മരണമില്ല. പ്രൈസലോ. ഹല്ലേലൂയ. നമുക്ക് മരണമില്ലാത്ത വ്യക്തിയാണ്. ഈ ശരീരം ആത്മാവ് ശരീരത്തെ വിട്ട് മാറിയാലും നമ്മുടെ ആത്മാവിന് മരണമില്ല. രക്ഷിക്കും. നമ്മുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും അല്ല, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ആൾക്കാരുടെ. പ്രൈസലോ. അതായത് ലോകത്തിൽ കിടക്കുന്ന ആൾക്കാരല്ല. അവരുടെ ആത്മാവ് നിത്യ നരകത്തിലേക്ക് പോകും. എന്ന് വെച്ചാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടാത്ത ആൾക്കാരുടെ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ആൾക്കാരുടെ ആത്മാവ് നിത്യത്തിലേക്ക് പ്രവേശിക്കും. പ്രൈസ് ലോർഡ്. കർത്താവിന്റെ വരവില്, കർത്താവ് വാനമേഘങ്ങളിൽ വരുമ്പോൾ, പ്രൈസ് ലോർഡ്, മരിച്ചവര്, യേശു ക്രിസ്തുവിൽ മരിച്ചവര് ആദ്യം ഉയർത്തെഴുന്നേൽക്കുകയും പ്രമാണമായിട്ട് നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ വരും. യേശു ക്രിസ്തുവിലായിരിക്കുന്ന ആൾക്കാർ, ഭൂമിയിലായിരിക്കുന്ന ആൾക്കാർക്ക് അവർക്കൊരു സ്വർഗീയ ബോഡിയിലൂടെ ഒരു ട്രാൻസ്ലേഷൻ, ഒരു ട്രാൻസ്ഫോർമേഷൻ വരും സ്വർഗീയ ബോഡിയിലേക്ക്. പ്രൈസ് ലോർഡ്. യേശു ക്രിസ്തുവിലേക്ക് നമ്മൾ എടുക്കപ്പെടും. നമ്മൾ എന്നും കർത്താവിനോട് കൂടി ആയിരിക്കുകയും ചെയ്യും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം എത്ര സത്യവചനമാണ് പ്രിയമുള്ളവർ. ഇത് പറഞ്ഞ് റെവലേഷൻസ്, വെളിപാടിന്റെ പുസ്തകം 11:8 പറയുന്നത്, ലോക സ്ഥാപനം മുതൽ അർക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ല. ഭൂവാസികളൊക്കെ ഈ അവരെ നമസ്കരിക്കും. മൃഗത്തെ നമസ്കരിക്കുന്ന കാര്യം പറയുന്നത്. വെളിപാടിന്റെ പുസ്തകം 13 അതിൽ 1 വാക്യം 2 വാക്യം പറഞ്ഞ മൃഗത്തെയാണ്. എന്ന് കഴിഞ്ഞാൽ യേശു തെരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ വചനം കേൾക്കാൻ പറ്റത്തുള്ളൂ. എല്ലാവരും രക്ഷ അത് കർത്താവിന്റെ ഹിതമാണ്. എങ്കിൽ തന്നെയും പിശാച് ഈ ലോകത്തിന്റെ ആൾക്കാരുടെ മനസ്സിനെ ബ്ലൈൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കർത്താവിന്റെ വചനം പറയുമ്പോൾ പരിശുദ്ധാത്മാവാണ് ഓപ്പൺ ചെയ്യുന്നത്, മൈൻഡ് ഓപ്പൺ ചെയ്യുന്നത്. വചനം പ്രസംഗിക്കുന്ന ആൾക്കാർക്ക് വ്യക്തിപരമായിട്ട് ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. പ്രിയമുള്ളവരെ, അവർക്ക് വചനം പ്രസംഗിക്കും. ഞാനൊക്കെ രക്ഷയിലേക്ക് വന്നു കഴിയുമ്പോൾ എത്രയോ പേരെ സിറ്റിയിൽ എനിക്കെതിരായിട്ട് എതിർക്കുന്നു. പക്ഷെ കർത്താവ് കുറച്ച് പേരെ ടച്ച് ചെയ്യും. അവരിലൂടെ കർത്താവ് ഉണർവ് ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരും രക്ഷപ്പെടുന്നത് നമ്മുടെ ആഗ്രഹം, പക്ഷെ പിശാച് സമ്മതിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മൾ കർത്താവിനോട് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ആൾക്കാരെ ടച്ച് ചെയ്യുന്നു. ഭാവിയിൽ അവിടെ ഉണർവുണ്ടാവും. പ്രൈസ് ദി ലോർഡ്. അതിലൂടെ കർത്താവിലേക്ക് വരും. പ്രൈസ് ദി ലോർഡ്. പിന്നെയും അതാണ് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ജീവനും മരണവും നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഏത് വേണം നമുക്ക് തിരഞ്ഞെടുക്കാം. നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. അപ്പം ബലമായിട്ട് നീ വന്ന് അങ്ങനെ കർത്താവിന് ഇങ്ങനെ ഏകാധിപത്യ പരിപാടിയൊന്നുമില്ല. കർത്താവ് ഹീസ് എ ഗുഡ് ഗോഡ് ആൻഡ് മെർസിഫുൾ ഗോഡ്, ലവിങ് കൈൻഡ്നസ്. ഓക്കെ, സ്നേഹിക്കുന്ന ദൈവം. നമ്മൾ കർത്താവിന് പ്രാവശ്യം റിജക്ട് ചെയ്തിട്ട് അറിഞ്ഞിട്ട് റിജക്ട് ചെയ്ത് പിന്നെ നമ്മുടെ എന്നെ ഒന്ന് വിളിച്ച് അങ്ങനെയൊന്നും വരത്തില്ല. അവർ ഗോഡ് ഇസ് എ ഡീസന്റ് ഗോഡ്. ഇതല്ലോ നമുക്ക് വേണ്ടി നമ്മൾ കർത്താവിലേക്ക് വരണം. പിന്നെ ആൾക്കാർ കർത്താവിലേക്ക് വരുന്നത് വെച്ചിട്ട് പിശാചിന്റെ പ്രവൃത്തി എന്ന് വെച്ചാൽ അറപ്പാനും മുടിപ്പാനും നശിപ്പിക്കാനാണ് പിശാച് വന്നിരിക്കുന്നത്. യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് നമുക്ക് ജീവൻ തരുവാനും അത് സമൃദ്ധമായി തരുവാനാണ് യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം യേശുക്രിസ്തുവിലല്ലാത്ത ആൾക്കാരെ അവരെ എങ്ങനെയെങ്കിലും ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുത്തുവാനായിട്ട് പിശാച് ശ്രമിക്കുന്നു. അസുഖത്താലും രോഗത്താലും ഏറെ ഡെത്തൊക്കെ സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം ജീവിതത്തിൽ സംഭവിക്കും. അപ്പം പിശാചിന്റെ പ്രവൃത്തി എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ചൊക്കെ ഈ ലോകത്തിന്റെ സ്ഥിതികളൊക്കെ കാണിച്ചു കൊടുത്ത് സമ്പത്തൊക്കെ കൊടുത്തിട്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പം കർത്താവിനെ ദൂഷിപ്പിച്ച് പറയണം. ഇന്ന് ഞാൻ ജോബിന്റെ പുസ്തകം വായിക്കുമായിരുന്നു ചെയ്തത്, ജോബിന്റെ 2-ാം അധ്യായം. അപ്പം പിശാച് കർത്താവിനോട് പറയുന്നത് എന്താണ്? ജോബിന്റെ ത്വക്കിനെ ഒന്ന് തൊട്ട് നോക്കുക. സമ്പത്തിൽ 1-ാം അധ്യായം സമ്പത്ത് മൊത്തം നശിപ്പിച്ചു. അപ്പൊ കർത്താവിനെ തള്ളി പറയുന്ന വിചാരിച്ചു. ജോബിനെ പോലെ നീതിമാനായ ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല, അത് ഭൂമിയിലെങ്ങും ഇല്ലെന്ന് കണ്ടിട്ടുണ്ടോ? അങ്ങനെയൊന്നും ഇല്ലാന്ന്. നൂതിയെ പോലെ നീതിമാന ഒരു വ്യക്തിയെ വേറെ ആളെ കാണിച്ചു തരാമെന്ന് കർത്താവ് ചോദിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ജോബിന്റെ പുസ്തകത്തിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് ഞാനൊന്ന് വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇതിൻ്റെ അകത്ത് പെട്ടതല്ല എങ്കിൽ തന്നെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്
ഇൻസ്പിറേഷൻ തരുന്നു വായിക്കാനായിട്ട്. ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ, കാരണം യഹോവ സാത്താനോട് നീ എവിടെ നിന്ന് വരുന്നു? യോബിന്റെ പുസ്തകം 2 അധ്യായം 2 യഹോവ സാത്താനോട് നീ എവിടെ നിന്ന് വരുന്നു? ബുക്ക് ഓഫ് ജോബ് ചാപ്റ്റർ 2 verses 2. The people those who are watching online, you can also refer this Bible, book of Job chapter 2 verses 2. ഇത് പറയുവാണെങ്കിൽ യഹോവ ഈ സാത്താനോട് നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന് സാത്താൻ യഹോവയോട് ഞാൻ ഭൂമിയിൽ ഓടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്ന് ഉത്തരം പറയുന്നു. അതിൽ 3-ാം അധ്യായം യേശുക്രിസ്തു പറയുവാണ്, യഹോവ സാത്താനോട് എൻ്റെ ദാസനായ യോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ? 1-ാം അധ്യായത്തിൽ യോബിന്റെ സമ്പത്ത് മൊത്തം നശിപ്പിച്ചു. എന്നിട്ട് യോബ് കർത്താവിനെ തള്ളി പറഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 2-ാം അധ്യായത്തില് Glory be to God. Hallelujah. This is a Malayalam message, and this same will be preaching today evening, this evening at 4 p.m. UK time. Praise the Lord. 9:30 p.m. IST, and in English. Praise the Lord. Just I will read the Bible verse in English, so you can also refer in the Bible verse. Today I am reading book of Job chapter 2 verses 3 and 4. 2, 3 and 4. Okay. ഇതിൽ പറഞ്ഞാൽ യഹോവ സാത്താനോട് എൻ്റെ ദാസനായ യോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ? അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം അകലുന്നവനും ഭൂമിയിൽ ആരും ഇല്ലല്ലോ. പ്രൈസിലോ, ആരും ഇല്ലല്ലോ. അവൻ തൻ്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. വെറുതെ അവരെ നശിപ്പിക്കേണ്ടതിന് നീ എന്നെ സമ്മതിപ്പിച്ചു എന്ന് അരുളി ചെയ്തു. 1-ാം അധ്യായത്തിൽ കർത്താവിനോട് ബലമായിട്ട് പറഞ്ഞ് യോവിന്റെ സമ്പത്തിനാണ് നശിപ്പിച്ചു സാത്താൻ. എന്നിട്ടും യോവ് കർത്താവിനെ തള്ളി പറഞ്ഞു. യോവ് എന്നിട്ടും കർത്താവിനെ തള്ളി പറഞ്ഞു. സലിൻ മാത്യു, ഗോഡ് ബ്ലസ് യു. തോമസ് മാത്യു, ഗോഡ് ബ്ലസ് യു. ക്ലെയർ, ബെക്സി, എവരിബഡി, ഗോഡ് ബ്ലസ് യു. ഓക്കെ. ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ യഹോ അതാണ്. അപ്പൊ സാത്താൻ യഹോവയോട് പറഞ്ഞല്ല, സാത്താൻ യഹോവയോട് ത്വക്കിന് പകരം ത്വക്ക്, മനുഷ്യൻ തനിക്കുള്ളതൊക്കെയും തൻ്റെ ജീവന് പകരം കൊടുത്തു കളയും. നിന്റെ കൈ നീട്ടി അവന്റെ അസ്ഥി മാംസവും ഒന്ന് തൊടുക, അവൻ നിന്നെ മുഖത്ത് നോക്കി തിരിച്ചു പറയും എന്ന് പറഞ്ഞു. ഒന്ന് വായിക്കുന്നത് ഇതെൻ്റെ ഇന്നത്തെ പ്രീച്ചിങ്ങിനുള്ള അല്ലെങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മ ലീഡ് ചെയ്യുന്നു ഒന്ന് വായിക്കാനായിട്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വായിക്കുക മാത്രം ചെയ്യുന്നു. യഹോവ സാത്താനോട് ഇതാ അവൻ നിന്റെ കയ്യിൽ ഇരിക്കുന്നു, അവന്റെ പ്രാണനെ മാത്രം തുടരുത് എന്ന് കൽപ്പിച്ചു. അതാണ് കർത്താവ്. ദൈവമക്കൾക്ക് കഷ്ടതയുണ്ടാകും. ഈ ഉയർത്തെഴുന്നേൽപ്പെട്ട യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന ആൾക്കാർക്ക് കഷ്ടതയുണ്ടാകും, ട്രിബുലേഷൻസ് ഉണ്ടാകും, സർപ്രൈസ് ഉണ്ടാവും, പ്രോസിക്യൂഷൻ ഉണ്ടാവും. പക്ഷേ കർത്താവ് നമ്മുടെ ജീവനെ മാത്രം തൊടാൻ അനുവദിക്കത്തില്ല. അത് കർത്താവ് നിശ്ചയിച്ച കാലം എത്തി നമ്മൾ ജീവിക്കും. അല്ലെങ്കിൽ ഇത് പറഞ്ഞ് അങ്ങനെ സാത്താനെ യഹോവയോട് നീ സന്നിധി വിട്ട് പുറപ്പെട്ട് യഹോവ സാത്താനോട് ഇതാ അവൻ നിന്റെ കയ്യിലിരിക്കുന്നു, അവന്റെ പ്രാണനെ മാത്രം തുടരുത് എന്ന് കൽപ്പിച്ചു. അങ്ങനെ സാത്താൻ യഹോവയുടെ സന്നിധി വിട്ട് പുറപ്പെട്ട് യോബിന്റെ ഉള്ളങ്കാൽ മുതൽ നെറുകു വരെ വല്ലാത്ത പരിക്കളാൽ ബാധിച്ചു. അവനൊരു ഓട്ടിൻ കഷ്ണം എടുത്ത് തന്നെത്താൻ ചുരണ്ടിക്കൊണ്ട് ചാരത്തിലിരുന്നു. ആ പുള്ളിക്കാരത്തെ ഭാര്യ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവന്റെ ഭാര്യ അവനോട് നീനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു, ദൈവത്തെ ത്യജിച്ച് മരിച്ചു കളയെന്ന് പറഞ്ഞു. അതാണ് ഭാര്യ അവരോട് പിശാച് പ്രവർത്തിച്ച് പറയുവാണ്. അപ്പം ദൈവത്തെ ത്യജിച്ച് മരിച്ചു കളയാൻ പറഞ്ഞു. പ്രൈസലോ. അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ നിത്യ നരകത്തിൽ പോകും. കോടാനുകോടി വർഷം നിത്യത കെട്ടത്തില്ല. അപ്പം നമുക്ക് നിത്യ അഗ്നിയിൽ വെന്തുകൊണ്ടിരിക്കും. കാരണം വെച്ചാൽ അവിടെ ഈ കർത്താവ് തന്നെ പറയുന്നുണ്ട്, അവിടെ വിലാപവും പല്ലുകടിയുമാണ്. അത് സന്തോഷമില്ല നരകത്തിൽ എന്നും പീഡനങ്ങൾ മാത്രം. അപ്പം ചുരുങ്ങിയൊരു കാലത്തെ സമയത്തിന് വേണ്ടി നമ്മൾ ദൈവത്തെ തള്ളി പറഞ്ഞിട്ട് ഇതിലോ നമ്മൾ എന്തിനും ജീവിക്കുന്നു? നമ്മളെ ഈ കർത്താവിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ എതിർക്കുന്ന ആൾക്കാരുടെ മധ്യത്തിൽ അവരെ വേറിട്ട് നിന്നിട്ട് ഒറ്റയ്ക്ക് കർത്താവിന്റെ വചനം പ്രസംഗിച്ച് നിത്യത്തിലേക്ക് പ്രൈസല്ലോ അഭിമാനത്തോടെ നമുക്ക് പ്രവേശിക്കണമോ? അത് നമ്മൾ ചിന്തിക്കുക. പ്രൈസല്ലോ അല്ലെങ്കിൽ നമ്മൾ കർത്താവിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ ഒരാൾ നമ്മളെ കോണ്ടാക്ട് ചെയ്യത്തില്ല. ആദ്യത്തിൽ നമ്മൾ രോഗം പറയും, പിന്നെ എന്ത് ചെയ്യുന്നൊക്കെ ചോദിക്കുക. എന്നോടൊക്കെ എങ്ങനെയായിരുന്നു കർത്താവിന്റെ വചനം പ്രസംഗി രക്ഷയോട് കഴിഞ്ഞപ്പോൾ എന്ത് പരിപാടിയായി കാണിച്ചത്? തിരിച്ചു പോവാ കത്തറിയ പിമ്പാലേക്ക് തിരിച്ചല്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും കർത്താവിനെ പ്രവേശിക്കാൻ തുടങ്ങിയപ്പോൾ എന്ത് പരിപാടി എങ്ങനെ പറയരുത്, മഹാനെ കുറിച്ച് പറയുന്നത് അത് ആൾക്കാർ കേൾക്കുന്നു പറയരുത്. ആൾക്കാർ കേൾക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്, അങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ എല്ലാവരും ഇന്നുകൊണ്ട് പിന്നെ കോണ്ടാക്ട് ചെയ്യത്തില്ല, ദേഷ്യപ്പെടാൻ തുടങ്ങി, എതിർക്കാൻ തുടങ്ങി. ക്രൈസ്തലോട്ട് ഹല്ലേലൂയ. അടി മാത്രം കിട്ടിയിരുന്നുള്ളൂ. ലാസ്റ്റ് ഫൈനൽ വിക്ടറി നമ്മുടെ ആയിരിക്കും. നമ്മൾ പറഞ്ഞ സത്യത്തെ അതെങ്ങനെയും വിട്ട് കളയിപ്പിക്കാനായിട്ട് നമ്മുടെ സഹോദരങ്ങൾ വഴിയായിട്ടും ആൾക്കാരും ഭാര്യമാരാണെങ്കിൽ ഹസ്ബൻഡുമാരും എല്ലാവരും ശ്രമിക്കും. ക്രൈസ്തലോ നമ്മൾ അതിൽ നിന്ന് വിട്ടുമാറും. അതാണ് ജോബിന് അതാ പറ്റിയത്. അവന്റെ ഭാര്യ അവനോട് നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ, ദൈവത്തെ ത്യജിച്ച് പറഞ്ഞ് മരിച്ചു കളയെന്ന് പറഞ്ഞു. ക്രൈസ്തലോ ഇതാണ് പിശാചിന് വേണ്ടത്. ദൈവത്തിനെതിരായിട്ട് ഒരു വാക്ക് പറയണം. ക്രൈസ്തലോ അവൻ പറയുവാണ്, അവൻ അവളോട് ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ നീ സംസാരിക്കുന്നു, നാം ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു, ക്രൈസ്തലോ തിന്മയും കൈക്കൊള്ളരുതോ എന്ന് പറഞ്ഞു. ഇതിലൊന്നും യോബ് അധരങ്ങളാൽ പാപം ചെയ്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തുടർമാനായിട്ട് ഒരു വാക്യോടെ പറയുന്നു, ദൈവം തന്നു,
ദൈവം എടുത്തു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഉണ്ടാക്കുന്ന ഇന്ന് സമ്പത്തുകൾ മൊത്തം ദൈവം തന്നതാണ്. ഓൾ യുവർ പ്രോപ്പർട്ടി, ഓൾ യുവർ വെൽത്ത് ആൻഡ് എവറിത്തിങ്, ഇറ്റ് ഈസ് ബിലോങ്സ് ടു ഗോഡ്. പ്രൈസ് ദി ലോർഡ്. It is not yours. All your strength, the power, praise the Lord, your muscle power and everything, your wealth and your education power, everything, this by the grace of God you have received. You are not allowed to say, oh, this is my own. No, this is from God. We have to glorify your God. Praise the Lord. Hallelujah. അപ്പം ഇതാണ് കർത്താവിന്റെ വചനം പറഞ്ഞു കഴിഞ്ഞാൽ, ഗ്ലോറി ഓൺലൈൻ വാച്ച് ചെയ്യുന്ന എല്ലാവരും ഷെയർ ചെയ്യാൻ ഉത്സാഹിപ്പിക്കുന്നു. നമ്മൾ ഓൾറെഡി ബൈബിൾ സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യുവാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പം വരുന്ന ആഴ്ച തൊട്ട് മലയാളത്തിലും ഇംഗ്ലീഷിലും. പ്രൈസ് ദി ലോർഡ്. അപ്പം ആഗ്രഹിക്കുന്ന ആൾക്കാർ, പ്രൈസ് ദി ലോർഡ്, ജോയിൻ ചെയ്യുന്ന ആൾക്കാർ സൂമിലായിരിക്കും, പബ്ലിക്കിലായിരിക്കും. ജോയിൻ ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ഉത്സാഹിപ്പിക്കുന്നു. നിങ്ങളെ മെസ്സഞ്ചറിലും അതേപോലെ തന്നെ വാട്സാപ്പിൽ തന്നെ ഹായ് ബൈബിൾ സ്റ്റഡി എന്ന് കൊണ്ടൊന്ന് അയച്ചാൽ മതി. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. മലയാളത്തിലുണ്ട്, ഇംഗ്ലീഷിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു. നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരുന്നതായിരിക്കും. ഇവാഞ്ചലിസം ട്രെയിനിങ് സപ്പോർട്ടും എല്ലാം തരുന്നതായിരിക്കും. ഇത് പറയുന്നതെന്ന് വെച്ചാൽ റെവലേഷൻ 11 അധ്യായം, അതിൽ കർത്താവിന്റെ ഉയർപ്പിലൂടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഹോപ്പ് ഓഫ് ഇമോർട്ടാലിറ്റി, അമർത്യത പ്രതീക്ഷ. ഇത് പറഞ്ഞ് റെവലേഷൻ ചാപ്റ്റർ 13 verses 80. What I said, there will be a Bible study going to start the next week onwards in Malayalam and English. Praise the Lord. People, those who like to join, you can send a message in the messenger. Praise the Lord. As well as a personal message, send it, not in comment box. No need to show the public. The messenger, and you can send a message in the WhatsApp, hi Bible study, and I will be responding you. And you can also join. There will be given certificate. You will be getting certificate, and also evangelism training and support you will be getting. Praise the Lord. Hallelujah. When you complete the Bible study, Bible course. God bless you everybody. Thank you. ഇത് പറഞ്ഞാൽ ലോകസ്ഥാപനം മുതൽ അർക്കപ്പെട്ട റെവലേഷൻ 13:8 പറയുന്നത്, ലോകസ്ഥാപനം മുതൽ അർക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേര് എഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും. എബ്രായർ 2:14 പറയുന്നത് വെച്ചാൽ അതാണ് മൃഗത്തെ നശിപ്പിക്കുന്ന നമസ്കരിക്കുന്ന കാലം വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് ഈ വെളിപാടിന്റെ പുസ്തകത്തിൽ പറഞ്ഞത്. എന്നാൽ കർത്താവിൽ നിന്നുള്ള അല്ലാത്ത എല്ലാവരും മൃഗത്തെ നമസ്കരിച്ച് അവർ നിത്യനരകത്തിലേക്ക് പോകും. ജീവപുസ്തകത്തിൽ പേരെഴുതിയ ആൾക്കാർ മാത്രം, യേശുക്രിസ്തുവിനെ രക്ഷയെന്ന് ആദരവായിട്ട് സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട മുഴുസ്നാനപ്പെട്ട ആൾക്കാർക്ക് മാത്രം മൃഗത്തെ നമിക്കാനുള്ള അവകാശം ഇല്ലായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അവര് നമസ്കരിക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ദൈവത്തിൽ നിന്നുള്ളതാണ്. ദൈവത്തിന്റെ ആത്മാവ് വലിയ വസിക്കുന്നു. ദൈവത്തെ മാത്രമേ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന ആൾക്കാർ നമസ്കരിക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഴുത്ത് കടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്തുള്ളൂ. ബുക്ക് ഓഫ് ഹീബ്രു ചാപ്റ്റർ 2 verses 14 ഇതിൽ പറഞ്ഞത്, എബ്രായർ ലേഖനം 2:14 പറയുന്ന, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. അതാണ് കർത്താവിന്റെ കുരിശുമരണത്താൽ. ബുക്ക് ഓഫ് ഹീബ്രു ചാപ്റ്റർ 2 verses 15. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. We have received the deliverance, praise the Lord, from the bondage of Satan to the eternity. അതാണ് പറയുന്നത്. എബ്രായർ ലേഖനം 2:16 പറയുന്നത്, ബുക്ക് ഓഫ് ഹീബ്രു ചാപ്റ്റർ 2 verses 16 ബൈബിൾ പറഞ്ഞ ദൂതന്മാരെ സംരക്ഷണം ചെയ്യുവാനല്ല, അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷണ ചെയ്യുവാൻ അത്രേ അവൻ വന്നത്. ദൂതന്മാരെ സംരക്ഷിക്കാനല്ല. ഒരു ദൂതന്റെ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ആൾക്കാരെ വിതരണം ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കൊല്ലാനായിട്ട് പറ്റും. അതിന്ന് വലിയ ശക്തിയാണ്. കർത്താവിന്റെ ശക്തിയാൽ അയച്ചിരിക്കുന്ന ആള് ദൂതന്മാർ. ആ ദൂതനെ സംരക്ഷണം ചെയ്യാനായിട്ടല്ല യേശുക്രിസ്തു ലോകത്തിലേക്ക് ഉയർത്തെഴുന്നേറ്റത്. അബ്രഹാത്തിന്റെ സന്തതിയായി ജനിച്ച വ്യക്തിയെ അവരെ രക്ഷിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. We all are the seed of Abraham. Those who believe that Jesus Christ is the Lord and Savior, are born again and baptized. Praise the Lord. We are the seed of Abraham. We are getting eternal life. We are getting all the blessings. What all the blessings whichever God gave to Abraham through Jesus Christ. അതാണ് യേശു ക്രിസ്തുവിലൂടെ നമുക്ക് എല്ലാ പ്രോമിസും വാഗ്ദത്തങ്ങളും യേശു ക്രിസ്തുവിലൂടെ അബ്രഹാത്തിന്റെ സന്തതിയായി തെരഞ്ഞെടുക്കപ്പെട്ട നമുക്ക് കിട്ടുക തന്നെ ചെയ്യും. ഇന്ന് കർത്താവിന്റെ വചനം പറഞ്ഞ് യേശു ക്രിസ്തുവിനെ ഉയർത്തെഴുന്നേറ്റോടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. ഓൺലൈൻ വാച്ച് ചെയ്യുന്ന എല്ലാവരും ഇവന്റെ ഷെയർ ചെയ്യാൻ ഉത്സാഹിപ്പിക്കുന്നു. നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ അനേകം ആൾക്കാർ കർത്താവിനെ അറിയാനായിട്ട് വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ പറയുന്നത് ഹീബ്രു ചാപ്റ്റർ 1 verse 3 പറയുന്നത്, അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്തിരിക്കുകയും. അതാണ് സ്റ്റെഫാനോസ് കാണുന്നത്. അപ്പോസ്തല പ്രവൃത്തി ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. സ്റ്റെഫാനോസ് മരിക്കുന്ന സമയത്ത് അത് പ്രൂഫ് ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുക്രിസ്തു മരണത്തിന് ആൾക്കാരെ കല്ലെറിയുന്നു. യേശുക്രിസ്തുവിന്റെ വചനം പറഞ്ഞ ഒറ്റ കരണ്ട കല്ലെറിയുന്നു.
മരിക്കേണ്ട സമയത്ത് ഇതാ യേശു ക്രിസ്തു തന്നെ മഹത്വത്തിൽ പിതാവിന്റെ വലതുഭാഗത്തിൽ എഴുന്നേറ്റ് നിൽക്കുന്നതായിട്ട് സ്തെഫാനോസ് കാണുകയാണ്. ഇത് പറയുകയാണ്, അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്തിരിക്കുകയും അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിന് ഒത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. അതാണ് ഉയർപ്പിന്റെ ശക്തി. മഹിമയുടെ വലതുഭാഗത്ത് നമുക്കറിയാം യേശുക്രിസ്തു പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. എല്ലാ വാഴ്ചകളെയും അധികാരങ്ങളുടെയും അധികാരങ്ങളും എല്ലാ വാഴ്ചയും അധികാരങ്ങളും ഹല്ലേലൂയ അതിന് മീതെ യേശുക്രിസ്തു ഇരിക്കുന്നു. ഇന്ന് ഈ ലോകത്തിൽ കാണുന്ന വാഴ്ചകളും അധികാരങ്ങളും മൊത്തം ഹല്ലേലൂയ അത് യേശുക്രിസ്തുവിനാൽ ഉണ്ടായി, യേശുക്രിസ്തുവിലൂടെ യേശുക്രിസ്തുവിന് വേണ്ടി ഉണ്ടാകപ്പെട്ട് കഴിഞ്ഞു. ഹല്ലേലൂയ, ഗ്ലോറി ബി ടു ഗോഡ്. അപ്പം യേശുക്രിസ്തു ഉയർപ്പിലൂടെ നമുക്ക് കിട്ടുന്ന വാട്ട് ആർ the third things I would like to preach. I'm going to share right now the foundation of the church. യേശുക്രിസ്തു ഉയർപ്പിലൂടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ചർച്ചിന്റെ ഒരു അടിസ്ഥാനം കിട്ടിയിരിക്കുകയാണ്. വി ആർ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ആ വലിയൊരു മിസ്റ്ററിയിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുവന്നിരിക്കുകയാണ്. നമ്മൾ കർത്താവിന്റെ ആലയമാണ്, അല്ലാതെ ബിൽഡിംഗ് അല്ല. ആ കർത്താവിന്റെ ആലയമായിരിക്കുന്ന നമുക്കൊരു അടിസ്ഥാനം കിട്ടിയിരിക്കുകയാണ്. ജീവിക്കുന്ന ദൈവം, നമ്മുടെ ദൈവം ജീവിക്കുന്നു. ആ അടിസ്ഥാനത്തിലാണ്, ഈ പാറയാകുന്ന ഈ വിശ്വാസത്തിലാണ് ഈ സഭ പണിയപ്പെട്ടിരിക്കുന്നത്. അല്ലാതെ പത്രോസ് എന്ന വ്യക്തിയിലൂടെ അല്ല പണിയപ്പെട്ടിരിക്കുന്നത്. ഈ വിശ്വാസം, യേശു ജീവിക്കുന്ന ദൈവം ആണ് എന്ന പാറ എന്ന ആ പാറയായ വിശ്വാസത്തിലുള്ള ആ അടിസ്ഥാനത്തിന്മേലാണ് നമ്മൾ പണിയപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നത്. യേശു വിശ്വസിക്കുന്ന എല്ലാവരും. ഗ്ലോറി ബി ടു ഗോഡ്. ഇത് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ foundation of the church. ഇത് പറഞ്ഞ the resurrection provides the basics of the church teachings and practices, ensuring that all believers have a shared hope in Jesus. എല്ലാവർക്കും shared hope in Jesus. അതാണ്, എല്ലാവർക്കും യേശു ക്രിസ്തുവിൽ ഒരു പ്രത്യാശയുണ്ട്, നിത്യജീവനുണ്ട്. ഉയർത്തെഴുന്നേറ്റ് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ പോലെ നമ്മളും ഉയർക്കും. മരിച്ചത് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാൻ ആണ് എങ്കിൽ തന്നെയും നമ്മൾ നിത്യതയിൽ എന്നെന്നും ഒരു ഉയർപ്പോട് കൂടെ ജീവിതം ഉണ്ടെന്ന് ദൈവത്തിന് വിശുദ്ധാത്മാ കാണിച്ചിരുന്നു. ഇതാണ് നമ്മുടെ പ്രത്യാശ. എല്ലാവരും നന്ദി പറഞ്ഞു, കർത്താവിന് നന്ദി പറഞ്ഞു, കൈ കൊടുത്ത് give thanks to the Lord. Everybody please give and praise and thanks to the Lord. ഇത് പറയുന്നത് മത്തായി വിശേഷം 26 വാക്യം പറയുന്നത് നമുക്ക് മാത്യു chapter 26. മാത്യു ചാപ്റ്റർ 26 verses 28. ഇത് പറയുന്നത്, ഇത് അനേകർക്ക് വേണ്ടി പാവമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എൻ്റെ രക്തം. എല്ലാവർക്കും അനേകർക്ക് വേണ്ടി, ഒരാൾക്ക് വേണ്ടിയല്ല, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി. എല്ലാവർക്കും പാവമോചനത്തിന് വേണ്ടി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എൻ്റെ രക്തമാണ്. കർത്താവിന്റെ രക്തം സകല പാവം പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്ന കർത്താവിന്റെ സത്യവചനം പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് നമുക്കൊരു രക്തത്തിന്റെ ഉടമ്പടിയാണ് തന്നിരിക്കുന്നത്. യേശു ക്രിസ്തുവിലൂടെ നമുക്കൊരു രക്തത്തിന്റെ, ഒരു പുതിയ നിയമത്തിന്റെ ഉടമ്പടിയാണ് കർത്താവ് തന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ എന്നെ കേൾക്കുന്ന എല്ലാവരും, എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, നമ്മൾ തകരത്തില്ല, നമ്മൾ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. റോമക്കാർ ലേഖനം 4 അധ്യായം 20 വാക്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അവിശ്വാസത്തിൽ, പ്രൈസ് ദി ലോർഡ്, സംശയിക്കാതെ, അബ്രാഹത്തോട് പറയുകയാണ്, ദൈവത്തിന്റെ വാഗ്ദത്തമെങ്കിൽ അവിശ്വാസത്തിൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. അതുകൊണ്ട് അത് അവരെ നീതിയായി കണക്കിട്ടു. അവനത് കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നത് അവനെ വിചാരിച്ച് മാത്രമല്ല, നമ്മെ വിചാരിച്ചും കൂടെയാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ അതിക്രമങ്ങൾ റോമൻ ചാപ്റ്റർ 4:34 നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തായി ഉയർപ്പിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ ഉയർപ്പിച്ചവരിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനുള്ളത് തന്നെ. യേശു ക്രിസ്തുവിന്റെ കുരിശുമരണത്താൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഉയർപ്പിനാൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്? നമുക്ക് കിട്ടിയിരിക്കുന്ന അബ്രാഹത്തിന്റെ വാഗ്ദത്തങ്ങൾ മൊത്തം നമ്മളിലൂടെ അത് ഓട്ടോമാറ്റിക്കായി കൈമാറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. തലമുറയായി വരുന്ന ദൈവമേ. ഒരു പാട്ടില്ലേ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ്, തലമുറയായിട്ട് കർത്താവ് നമ്മളെ അനുഗ്രഹം തന്ന് അബ്രാഹത്തിന്റെ വാഗ്ദത്തം ഒരാൾ പേര് നശിച്ചു പോകാതെ യേശു ക്രിസ്തുവിലൂടെ കൈമാറ്റം ചെയ്ത് തരികയാണ് ചെയ്യുന്നത്. യേശു കൊണ്ട് വിശ്വസിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി. പ്രൈസ് ദി ലോർഡ്.
ഈ പറയുന്ന മൂന്നാമത്തെ കാര്യം യേശുക്രിസ്തുവിന്റെ വിശ്വാസത്തിൽ നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ ഓവർ സിൻ ആൻഡ് ഡെത്ത്. അതാണ് these are the benefit we are getting. The third benefit by the resurrection of Jesus, because you are getting power over sin and death. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ യേശു ക്രിസ്തുവിനോട് വിശ്വാസം ഉയർത്തെഴുന്നേൽപ്പിലൂടെ ഒരു പുതിയൊരു ജീവിതം കിട്ടുന്നു. പാവങ്ങളെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. മരണത്തിന്റെ മേല് നമുക്കൊരു അധികാരം കിട്ടുന്നു. മരണത്തെ ജയിപ്പാൻ അധികാരം കിട്ടുന്നു. അതാണ് ജീവനും മരണവും നമ്മുടെ നാവിൻ തുമ്പത്ത് കർത്താവ് തന്നിരിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ ക്രിസ്തുവിന്റെ അധികാരം നമുക്ക് തന്നിരിക്കുന്നു. അതാണ് ആ വചനം നമ്മൾ ഉപയോഗിക്കണം. യേശുവിന്റെ നാമത്തിൽ പ്രതികൂലങ്ങളെ നമ്മൾ ശാസിച്ച് ക്യാൻസൽ ചെയ്യണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എയറിലിട്ടെത്തിയ നമ്മൾ ക്യാൻസൽ ചെയ്യാൻ പറ്റും. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, യേശുക്രിസ്തു രക്തത്തിന്റെ ശക്തിയാല് നമുക്ക് ഡെത്ത് ക്യാൻസൽ ചെയ്യാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് രോഗത്തെ നമുക്ക് ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് പുറത്താക്കാൻ പറ്റും യേശുവിന്റെ നാമത്തില്. നിത്യസൗഖ്യം, നിത്യരക്ഷയും. അതാണ് കർത്താവിന് പറയുന്നത്. കർത്താവിന്റെ യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽപ്പിനെ നമുക്ക് ചെയ്യാനൊക്കെ കിട്ടും. പ്രൈസ് ദി ലോർഡ്. അതാണ് കർത്താവിന്റെ വചനം പറയുന്നത്. ഉല്ലാസവും ജയഘോഷവും നീതിമാന്മാരുടെ കൂടാരത്തിലുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് പറഞ്ഞാല് ബുക്ക് ഓഫ് റോമൻസ് ചാപ്റ്റർ 6:18 ഇതിൽ പറഞ്ഞാൽ പാപത്തിൽ സ്വാതന്ത്ര്യം ലഭിച്ചു, നീതിക്ക് ദാസന്മാരായി തീർന്നുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. റോമൻ ചാപ്റ്റർ 6:22 ഇത് പറഞ്ഞു കഴിഞ്ഞാല് എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു ദൈവത്തിന് ദാസന്മാരായിരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശദീകരണവും അതിന്റെ അന്തം നിത്യജീവനമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പാപത്തിൽ നമ്മളതാണ്. അതാണ് പറയുന്നത് റിപ്പൻഡന്റ് ബിലീവ് ഗോസ്പൽ. റിയൽ റിപ്പൻഡൻസ് നമ്മളിലേക്ക് നയിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിത്യജീവനിലേക്ക് നയിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. ഇതിൽ പറഞ്ഞാൽ റോമൻ ചാപ്റ്റർ 6:23 21 വാക്യം. പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് യേശു ക്രിസ്തുവിന്റെ ഉയർത്തിനെപ്പില്ല നമുക്ക് നിത്യജീവൻ 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 ഇന്നും കർത്താവിനോടെ ജീവിക്കുന്ന ജീവൻ എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ബുക്ക് ഓഫ് എഫീഷ്യൻസ് ചാപ്റ്റർ 2:5 എഫെസോസ് ലേഖനം 2:5 വാക്യം പറഞ്ഞു. അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിക്കുകയും കൃപയാലൊക്കെ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിക്രമങ്ങളാൽ നമ്മൾ മരിച്ച വ്യക്തിയായിരുന്നു ആദത്തിന്റെ കാലം മുതൽ. അതിൽ നിന്നെല്ലാം നമ്മൾ യേശു ക്രിസ്തുവിലൂടെ ഒരു ജീവൻ വന്നു. ജീവൻ വരാൻ കാര്യം യേശു ക്രിസ്തുവിന് ജീവൻ ഉണ്ടായി. മരിച്ച ഉയർപ്പിച്ച വഴിയായിട്ട് പിതാവായ ദൈവം യേശുക്രിസ്തുവിനെ മരിച്ചതിൽ നിന്ന് ഉയർപ്പിച്ച് ആത്മാവിനാൽ നമുക്ക് യേശുക്രിസ്തുവിന് ജീവൻ കിട്ടിയ പോലെ നമുക്കൊരു ജീവന്റെ പുതുക്കത്തിൽ നടക്കാനായിട്ട് പറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുക്രിസ്തു ഉയർപ്പിനാൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് വെച്ചാൽ നാലാമത്തെ കാര്യം പ്രോമിസ് ഓഫ് എ ന്യൂ ക്രിയേഷൻ. നമ്മൾ പുതിയ സൃഷ്ടിയായി തീർന്നു. അതാണ് യേശുക്രിസ്തു ഉയർപ്പിനാൽ നമുക്ക് നാലാമത്തെ കാര്യം നമുക്ക് കിട്ടുന്നത് വെച്ചാൽ പ്രൈസ് ദി ലോർഡ്. പ്രോമിസ് ഓഫ് എ ന്യൂ ക്രിയേഷൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രോമിസ് ഓഫ് ദ ന്യൂ ക്രിയേഷൻ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ഓൺലി ഫിനിഷ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രോമിസ് ഓഫ് ന്യൂ ക്രിയേഷൻ ഇതിൽ പറഞ്ഞാൽ ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 1:3 ഇതിൽ പറഞ്ഞ 1 പീറ്റർ പത്രോസിന്റെ ലേഖനം 1:3 വാക്യം പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്താൽ തന്റെ കാരുണ്യാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി. നമ്മുടെ പ്രത്യാശ എന്താണ്? ജീവിക്കുന്നവനിലുള്ള പ്രത്യാശയാണ്, മരിച്ചുപോയ വ്യക്തിയല്ല. ഈ ജീവിക്കുന്ന ദൈവത്തിൽ എനിക്ക് എന്തെങ്കിലും കിട്ടും. ഈ ദൈവത്താൽ ഞാൻ സൈന്യത്തിനെ വേദിക്കും. ഈ ദൈവത്താൽ ഞാൻ കോട്ടമതിൽ ചാടിക്കിടക്കും. ഈ ദൈവത്താൽ എനിക്ക് സാധ്യമായിട്ടൊന്നുമില്ല. ഈ ജീവിക്കുന്ന ദൈവം ശത്രുക്കളുടെ മുമ്പിൽ എനിക്ക് വിരുന്നൊരു. ഈ ദൈവം എനിക്ക് നഷ്ടപ്പെട്ടതല്ല, എനിക്ക് ഓരോന്നോരായി മടക്കി തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ദൈവം എനിക്ക് ദീർഘായുസ് തരും. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവം എന്നെ അബ്രാഹത്തിന്റെ വാഗ്ദത്തം എനിക്ക് സാധിച്ചു തരും. ഈ ദൈവം എന്നെ ജയാളായിട്ട് നടത്തും. പ്രൈസ് ദി ലോർഡ്. ഈ ജീവിക്കുന്ന ദൈവത്തിലുള്ള ജീവനുള്ള പ്രത്യാശയ്ക്കായി നമ്മൾ വിളിച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഗ്ലോറി ബി ടു ഗോഡ്. ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. വളരെ വായിച്ചിരുന്ന എല്ലാവരും ഷെയർ ചെയ്ത് ഉത്സാഹിപ്പിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ ശുശ്രൂഷ ഉണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്. മലയാളത്തിലുണ്ടായിരിക്കും, ഇംഗ്ലീഷും ഉണ്ടായിരിക്കും. അത് ഓരോ ദിവസം പോലെ. ചില സ്ട്രീറ്റ് പ്രസംഗിക്കുന്ന സമയത്ത് വൈകുന്നേരം എടുക്കാൻ പറ്റത്തില്ല. ആ സമയത്ത് രാവിലെ മലയാളം എടുക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് സെഷൻ ഉണ്ടായിരിക്കും. വൈകുന്നേരത്തെ ഇംഗ്ലീഷ് സെഷൻ രാവിലെ എടുക്കും. പ്രൈസ് ദി ലോർഡ്. അത് ഫ്ലയറിൽ അറിയിക്കുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു എവരിബഡി. ഗോഡ് ബ്ലെസ് യു. ഇപ്പം 1 പത്രോസ് 1:4 ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 1:4 അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിച്ചിരിക്കുന്നു. പുതിയൊരു ന്യൂ ബർത്ത് കർത്താവ് തന്നിരിക്കുകയാണ് നമുക്ക്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ന്യൂ ബർത്ത് കർത്താവ് തന്നിരിക്കുകയാണ്. യേശുക്രിസ്തുവിന് പുതിയൊരു ജന്മം തന്നിരിക്കുകയാണ്. അതാണ് ഫിലിപ്പിയർ ലേഖനം 3:10 വാക്യം പറഞ്ഞത്, അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവരെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും, അങ്ങനെ അവൻ പുനരുത്ഥാന ശക്തിയും, അതാണ് പുനരുത്ഥാന ശക്തി ഫിലിപ്പിയർ ലേഖനം പറയുവാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും. പുനരുത്ഥാനത്തിന്റെ ഒരു ശക്തിയുണ്ട്, റിസറക്ഷൻ പവർ. കർത്താവിന്റെ വചനം ഏറ്റു പറയുമ്പോൾ അതിൻ്റെ ഒരു ശക്തിയുണ്ട്, റിസറക്ഷൻ പവർ നമ്മളിലേക്ക് വരും. എവിടെ വചനം പ്രസംഗിക്കുന്നുണ്ടോ അവിടെ ശക്തിയുണ്ട്. വചനം വായിച്ച് കർത്താവ് സൗഖ്യം വരുത്തും. എവിടെ വചനം നമ്മൾ വാഗൊണ്ട് എടുക്കുന്നുണ്ടോ അവിടെ ഒരു റിസറക്ഷൻ പവർ ഉണ്ട്. യേശുക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ നമുക്ക് ഇടയിരിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൂതന്മാർക്ക് വചനം പ്രസംഗിക്കാൻ അധികാരമില്ല. രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട നമുക്ക് മാത്രമേ അധികാരമുള്ളൂ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ദൂതന്മാരെക്കാൾ വലിയ ആൾക്കാരാണ്. വി ആർ ദ ഗ്രേറ്റർ ദാൻ ദ ഏഞ്ചൽസ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. ബുക്ക് ഓഫ് എഫേസ്യൻസ് ചാപ്റ്റർ 1:20 ഇതിൽ പറഞ്ഞ്, അങ്ങനെ അവൻ ക്രിസ്തുവിൽ വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകല നാമത്തിന് അത്യന്തമീത ഇരുത്തുകയും സർവവും അവന്റെ കാൽക്കീഴിൽ വെച്ചു അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായി സഭയ്ക്ക് കൊടുത്തിരിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മരിച്ചവരെ ഉയർപ്പിക്കുന്ന, അതാണ് യേശുക്രിസ്തുവിനെ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ഈ റിസറക്ഷൻ പവറിലൂടെ നമുക്ക് സകലതും, നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ട സകലതും നമുക്ക് തന്നു കഴിഞ്ഞു. സച്ച് എ ബ്യൂട്ടിഫുൾ ആൻഡ് വണ്ടർഫുൾ ഗോഡ്. അതുകൊണ്ട് തന്നെ ഈ ഇന്നത്തെ ഈ കഷ്ടതയും ആൾക്കാർ കണ്ണുരുട്ടുന്നും കണ്ട് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. അവർ കണ്ണുരുട്ടിയ ഉണ്ടക്കണ്ണോട് കൂടി മരിച്ച് ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും. കർത്താവിനെ ആശ്രയിക്കുന്നവര് അവരെന്നൊന്നും നിലനിൽക്കും. അവരെ ദീർഘായുസ് കൊണ്ട് കർത്താവ് സംതൃപ്തി വരുത്തും. കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്ന ആൾക്കാർ പ്രോസിക്യൂഷൻ ഓർത്തും പേടിച്ചോടണം. ശക്തമായിട്ടൊന്നും പ്രസംഗിക്കണം. ഈ സത്യത്തെ വിറ്റ്നസ് ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഗവൺമെന്റുകൾ പ്രോസിക്യൂട്ട് ചെയ്യുന്നത് നോക്കരുത്. കർത്താവിന്റെ വചനം പ്രസംഗിക്കാൻ ലോകം മൊത്തം എത്തണം. നമ്മൾ പ്രസംഗിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം ഈ അന്തരാശിക്കുള്ള കർത്താവ് തന്നെ തകർക്കും. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്ക് ഓഫ് ഹീബ്രു അത് ലാസ്റ്റത്ത് പറഞ്ഞ ഗ്യാരണ്ടി ഓഫ് ജസ്റ്റിസ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് നമ്മളെ നീതി ഇരിക്കും എന്ന് കർത്താവ് നമുക്ക് ഗ്യാരണ്ടി തന്നിരിക്കുന്ന യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽപ്പിലൂടെ. ഇത് പറഞ്ഞാൽ ബുക്ക് ഓഫ് ഹീബ്രു ചാപ്റ്റർ 2:14 ഇതിൽ പറയുന്നത്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകുകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായി പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരിക്കുന്നവരൊക്കെയും വിടുവിച്ചു. പ്രൈസ് ദി ലോർഡ്, അല്ല ഇന്നുകൊണ്ട് രക്ഷിക്കപ്പെട്ട ആൾക്കാരാണെങ്കിലും പിശാചിന്റെ അടിമത്തത്തിൽ കിടക്കുന്ന ആൾക്കാർ. അപ്പൊ ഈ വചനം വായിച്ച് നമ്മൾ ശക്തിപ്പെടണം. അതിൽ നിന്ന് വീണ്ടും പുറത്തു വരണം. വിച്ചിക്രാസ് സ്പിരിറ്റ് നമ്മൾ ബ്ലൈൻഡ് ചെയ്യണം. വ്യാഭിചാരം ചെയ്യുന്ന സ്പിരിറ്റിനെ ബൈൻഡ് ചെയ്യണം. ദുർമന്ത്രവാദ സ്പിരിറ്റിനെ ബൈൻഡ് ചെയ്ത് യേശുവിന്റെ നാമത്തിൽ കെട്ടി തകർത്ത് കളയാനുള്ള റിസറക്ഷൻ പവർ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നു കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് ലൂക്കാസ് 10:19 വാക്യം പറഞ്ഞ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല വിടത്തിൽ നമുക്ക് കൈകാര്യം ഒന്നും ഒരിക്കലും ഒരു ദോഷവും നമുക്ക് വരുത്തത്തില്ല. ദൈവത്തെ പരിശുദ്ധാത്മാവ് പറയുന്നു. അതാണ് മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരൊക്കെയും വിടുവിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് നമുക്കൊരു നിത്യജീവനാണ് കർത്താവ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ബുക്ക് ഓഫ് ഗോസ്പൽ ജോൺ ചാപ്റ്റർ 11:23 പറഞ്ഞ, യേശു അവളോട് എന്റെ സഹോദരനെ ഉയർത്തുന്നേൽക്കും എന്ന് പറയുന്നു. അതാണ് പറയുന്നത്. മർത്താമറിയത്തോട് കർത്താവ് പറയുവാണ്, മരിച്ച വ്യക്തിക്ക് റിസറക്ഷൻ പവർ, ഞാൻ മരിച്ചു ഉയർത്തുന്നേൽക്കാൻ പോയി, അതിന് മുമ്പായിട്ട് ഇപ്പൊ യേശു തന്നെയാണ് പുനരുദ്ധാനം ജീവനെന്ന് കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ലാസറിനെ എങ്ങനെ ഉയർപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശു അവളോട്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ച് ആരും ജീവിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം യേശു ക്രിസ്തുവിനെ ഇന്ന് 2 സെക്ഷൻ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പുനരുദ്ധാനം ഈസ്റ്റർ മെസ്സേജിന്റെ ചുമ്മാതെ ഒന്ന് പറഞ്ഞു പോകാൻ ആഗ്രഹിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അപ്പൊ 2 സെക്ഷനായിട്ട് എടുത്തിട്ട് ഫിനിഷ് ചെയ്യാൻ ആഗ്രഹിച്ചു. ഇത് യൂട്യൂബിലും കാണും. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്, നമുക്ക് ഉയർത്തെഴുന്നേൽപ്പാണ് കിട്ടിയിരിക്കുന്നത്. യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കാനായിട്ടുള്ള അവകാശം കിട്ടിക്കഴിഞ്ഞു. നിത്യത കിട്ടിക്കഴിഞ്ഞു. പാവത്തിൽ നിന്ന് മോചനം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. നമ്മുടെ നീതി കിട്ടിക്കഴിഞ്ഞു. നമ്മളെ നീതീകരിക്കപ്പെട്ട് കഴിഞ്ഞു. നമ്മളെ ഒരു പുതിയ സൃഷ്ടിയാക്കി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് കർത്താവ് ചെയ്തു തന്നിരിക്കുന്നത് നമുക്ക് ചെയ്യാനായിട്ട്. നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കാൻ വേണ്ടിയുള്ള അഭിമാനത്തോടെ ജീവിക്കാനെല്ലാം കർത്താവിന്റെ പുരുഷന്മാർ ഉയർത്തിലൂടെ നമുക്ക് തന്നു കഴിഞ്ഞു. ഈ ജീവിക്കുന്ന ദൈവത്തെ നമ്മൾ, വി ആർ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്,
യേശുവിൻ്റെ ശരീരമായിട്ട് ഇത് യേശു വസിക്കുന്ന ആലയമായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുക. വി ആർ ദ ടെമ്പിൾ ഓഫ് ക്രൈസ്റ്റ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പം നമ്മളെ എത്രമാത്രം ശ്രേഷ്ഠമായിട്ട് കർത്താവ് നമ്മളെ കാണുന്നു. അപ്പം ഈ വചനം കേൾക്കുന്ന എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കണം. 1 മിനിറ്റ് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ലോർഡ്. അല്ലെങ്കിൽ വളരെ വായിച്ച് എല്ലാവരും ഷെയർ ചെയ്യാനായിട്ട് ഉത്സാഹിപ്പിക്കുന്നു. അപ്പം നമുക്ക് നെക്സ്റ്റ് വീക്ക് ഓൺവേർഡ്സ് വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് ദ ബൈബിൾ സ്റ്റഡി. ബൈബിൾ സ്റ്റഡി തുടങ്ങുവാണ് ഇംഗ്ലീഷ് ആൻഡ് മലയാളം. ഇപ്പം മലയാളത്തിലുണ്ടായിരിക്കും, ഇംഗ്ലീഷിലുണ്ടായിരിക്കും, പേഴ്സണലായിരിക്കും, പബ്ലിക്കിലായിരിക്കും. ബൈബിൾ സ്റ്റഡി പഠിക്കാൻ വേണ്ട ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് സൂമിലായിരിക്കും. നിങ്ങൾക്ക് മെസ്സഞ്ചറിലോ വാട്സാപ്പിലോ ഹായ് ബൈബിൾ സ്റ്റഡി എന്ന മെസ്സേജ് അയച്ചു കഴിയുവാണെങ്കിൽ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം 3 മാസത്തെ കോഴ്സ് ആയിരിക്കും. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരുന്നതായിരിക്കും. ഇവാഞ്ചലിസ്റ്റിന് വേണ്ട എല്ലാ ട്രെയിനിങ്ങും സർട്ടിഫിക്കറ്റ് സപ്പോർട്ട് എല്ലാം ചെയ്തു തരുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. You can join with us. So that people those who are watching online, we are going to start the Bible study next week onwards. Okay. The 3 months course, you will be getting the certificate for that one, and you will be getting and full support from us. Okay, training and everything. Okay. So not finance support, financial we cannot. Okay. അപ്പോൾ കർത്താവ് തരുന്നതനുസരിച്ച് എന്തെങ്കിലും ഇപ്പം ഞാൻ പറഞ്ഞാൽ people those who like to join in the messenger, you can type and send a hi or the WhatsApp. Okay, we will be getting the Zoom link and everything. അപ്പോൾ just raise your hand. എത്ര 1 മിനിറ്റിലുണ്ടായിരിക്കും. നമുക്ക് 1 മിനിറ്റ് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഓൺലൈൻ വാച്ച് ചെയ്യുന്ന എല്ലാവരും 1 മിനിറ്റ് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. പിതാവ് നന്ദിയോട് സ്തുതിക്കുന്ന യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഇന്ന് വചനം കേട്ട ഓരോ വ്യക്തിയും കർത്താവ് പിതാവിന്റെയും പുത്രനെയും വിശുദ്ധാത്മാവിന്റെ നാമത്തിൽ കർത്താവ് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ വചനം അയച്ച് കർത്താവ് അവർക്ക് വേണ്ടി സൗഖ്യം കൽപ്പിക്കുന്നു. കർത്താവ് ഇന്ന് വചനം പറഞ്ഞ വചനം അനേക ആൾക്കാർക്ക് ശക്തി ബലത്തിലൂടെ കടന്നു പോകാൻ കറവെടുക്കുന്നത് നന്ദി പറയുന്നു. കർത്താവ് പിതാവെ യേശുവിന്റെ തിരതൊഴിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇതിലൂടെ ഈ വചനം കേൾക്കുവാൻ തടസ്സമാൻ തെറ്റി നല്ല അന്ധകാര ശക്തിയും യേശുവിന്റെ തിരത്തൊഴിച്ച് അത് ബന്ധിച്ച് ക്യാൻസൽ ചെയ്ത് പുറത്ത് കളഞ്ഞ നിയമത്തിൽ കഴിയും. I pray for each and every people right now. യേശുവിന്റെ തിരത്തൊഴിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ്. യേശുവിന്റെ നാമത്തിൽ പുതിയ ചൈതന്യം വൈദ്യുതി ബൈബിൾ കേൾക്കുന്ന ആൾക്ക് പുതിയ ഉണർവുണ്ടാകട്ടെ. കർത്താവ് കൊടുക്കുന്നവർ നന്ദി പറയുന്നു. പുതിയ ചൈതന്യം കൊടുക്കുന്നവർക്ക് കർത്താവ് നന്ദി പറയുന്നു. പരിശുദ്ധാത്മ അഭിഷേകത്തിന് ശക്തി കൊടുക്കുന്നവർ നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഈ വചനം പറഞ്ഞ് എന്നെയും കർത്താവ് എനിക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കുന്നു. ഷേക്ക് നേഷൻ ഗോസ്പൽ മിനിസ്ട്രിക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കുന്നു. ചെയ്യുന്ന വേലയോർത്ത് കർത്താവ് സ്തോത്രം ചെയ്യുന്നു. In Jesus' name I pray. Amen. The grace of our Lord Jesus Christ, the love of God, പിതാവ് ദൈവത്തിന് സ്നേഹം, പുത്രനായ ദൈവത്തിന്റെ കൂട്ടായ്മയും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എല്ലാവരും ഉണ്ടായിരിക്കട്ടെ. എല്ലാവരും ജീവിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. God bless you.